അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നു. കർത്താവേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരികെയാണ് ചെയ്യുക. ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിന്നെ പരീക്ഷയില്ല, എങ്കിലും നാളെ പരീക്ഷ ഉണ്ട്. അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ കൂടെ ചേരാം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മാധ്യസ്ഥം വഹിക്കുന്നതിന് ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവർ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും ഓരോ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട്. കർത്താവ് കുർബാനയും കൂടിയതിന് ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും. കുറേ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങൾ ചെയ്തു തീർക്കണതും അലക്കണതും വീട് കഴുകണതും എല്ലാം ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണത് കർത്താവിൻ്റെ ദിവസമായി മാറണത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വചനമുണ്ടോ, കേൾക്കാം. കൊളോസ്യസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ കണ്ടില്ലേ, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലോ അതെല്ലാം കർത്താവായ യേശു വഴി, കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യണം. എന്ത് ചെയ്താലും പണ്ട് എനിക്ക് അമ്മയൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ കോട്ടുവാ എടുക്കണമെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും. കോട്ടുവാ പോരും നമ്മൾ. അതുപോലെ തന്നെ മരുന്നെടുത്താൽ അമ്മ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അമ്മ കുരിശിട്ട് തരും. ചില പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങൾ
ഇന്ന് ആരും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയണില്ല, ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥത ചെയ്യുന്നുണ്ട്, പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്ന് സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. കാര്യം നമ്മൾ നന്മ വരുമ്പോൾ നമ്മൾ ചില സമയം ദൈവത്തെ ഓർക്കും, അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ നമ്മൾ നന്മ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർത്ത് യഥായോഗ്യം നന്ദി പറയാതിരിക്കുകയും, അവർക്ക് പിന്നെ എന്താ തിന്മ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ പിന്നെ ദൈവം ഉണ്ടായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അങ്ങനെ പറയാൻ നമുക്ക് ഒരു അധികാരമില്ല. അധികാരം എന്നല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ദൈവത്തെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അവനിത് തിന്മ വന്നാലും ശരി, അതൊക്കെ കർത്താവ് കുറച്ച് മാറ്റും എന്ന് പറഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിനും തണുപ്പിനും ഒന്നുമല്ല പ്രാധാന്യം. ചിലക്ക് തണുപ്പിനും ചൂടിനുമാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങൾ ചൂടിനെയും തണുപ്പിനെയുമാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ദൈവത്തിൽ നിന്ന് ചൂടും വരും തണുപ്പും വരും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ആ ചൂടിനും തണുപ്പിനുമാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ, നല്ല അനുഭവങ്ങൾക്കും മോശം അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ ദൈവം അനുഭവങ്ങളായിട്ട് മാറും. ദൈവമായിരിക്കണം മാറത്തില്ല, ദൈവത്തിനായിരിക്കണം പ്രാധാന്യം, ചൂടിനും തണുപ്പിനും ആയിരിക്കരുത്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ചൂടിനും തണുപ്പിനും അല്ലെങ്കിൽ നല്ല അനുഭവത്തിനും മോശം അനുഭവത്തെ അനുഭവബന്ധിയായിട്ടാണ് നമ്മൾ ദൈവത്തേക്ക് അടിസ്ഥാനപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരാളായിട്ട് നമ്മൾ മാറും. അനുഭവങ്ങൾക്ക് അതീതനാണ് ദൈവം. ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ പശുവിനെ സ്നേഹിക്കുന്നു, കാരണം എന്താണ്? പശു നമുക്ക് പാല് തരുന്നു. പിന്നെ എന്താണ്? ആ പശുവിനത്തെ പാല് നമുക്ക് വെണ്ണ തരുന്നു, പാല് കൊണ്ട് നമുക്ക് മോരുണ്ടാക്കാം. അപ്പം അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊന്നും തരാത്തൊരു കാലത്താകുമ്പോൾ നമ്മൾ പശുവിനെ വിറ്റ് കളയത്തില്ലേ? അതാണ് പ്രശ്നം. അതുപോലെ തന്നെയുള്ള ഒരു അപ്രോച്ചാണ് ഒരു കന്നുകാലികളുടെ വീട്ടുമൃഗങ്ങളോടുള്ള ഒരു അപ്രോച്ചാണ് ചില ദൈവത്തോട് കാണിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നല്ലതല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മൾ കുറക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ എന്തോ ആവശ്യത്തിന് അധിഷ്ഠാനമാക്കിയാണ് ദൈവത്തെ വെച്ചിരിക്കണമെന്നാണ്. അപ്പം നമ്മുടെ ഒരു ദൈവമാണ്. ഇപ്പോൾ ഒരു ബുക്കില്ലേ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലുള്ളതാണിത്. നമ്മൾ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തെ അവലംബിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം കുഞ്ഞു ദൈവമാണ്, അനുഭവങ്ങളുടെ ദൈവം മാത്രമാണ്. അനുഭവാതീത ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഉടമ്പടിയിലും നമ്മുടെ ജീവിതത്തിൽ. അനുഭവാതീത ദൈവം. അപ്പോൾ ദൈവത്തെ തോന്നും ദൈവത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. പലപ്പോഴും അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട, ദൈവത്തോട് ഇടപെടുമ്പോൾ അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പൊതു പോളിസിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം സ്വർഗത്തിൽ വന്നിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരിലേക്കും അയക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇവിടെ പറഞ്ഞിരിക്കണത്, ഇത് പറഞ്ഞിരിക്കുന്നത് നടപടിയിലാണ്, നടപടി 2:17 പക്ഷെ അത് ജോയലിൻ്റെ ഇത് കട്ടാൻ പേസ്റ്റ് ചെയ്തിരിക്കണതാണത്. ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാനിപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ നിയമത്തിലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാവുക? നടപടി പുസ്തകത്തിന്റെ 2:17 ഇത് സെയിം തിങ്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതായത് നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ പിതാക്കന്മാര് സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും. അപ്പോൾ ഇത് ജോയലിൽ നിന്ന് എടുത്തതല്ലേ? ജോയൽ അന്ന് എന്ന് പറഞ്ഞ വിഷയം യേശുവിൻ്റെ കാലത്ത് നിറവേറിയിരിക്കുകയാണ്. എപ്പോഴാണ് നിറവേറിയത്? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും വേണ്ടി നൽകുമെന്ന് പറഞ്ഞല്ലേ. അതിനെ പറയാൻ കാരണം എന്താണ്? അങ്ങനെ എല്ലാവർക്കും വേണ്ടി ആത്മാവിനെ നൽകാൻ പണ്ട് അങ്ങനെ നൽകത്തില്ലല്ലോ. പണ്ടിങ്ങനെ സാംസന് ആത്മാവിനെ കിട്ടി, സാമുവേലിനും പരിശുദ്ധാത്മാവിനെ കിട്ടി, ദാവീദിന് പരിശുദ്ധാത്മാവ് കിട്ടി, അവന് ഗിദെയോന് പരിശുദ്ധാത്മാവ് കിട്ടി. ഇവരെല്ലാവരും ഒറ്റപ്പെട്ട നേതാക്കന്മാർക്ക് ഓരോരോ കാലഘട്ടങ്ങളിൽ കൊടുത്താണ്.
ഇപ്പം അങ്ങനെയല്ലല്ല, പോളിസി ചേഞ്ച് വന്നു. എന്താണ്? എൻ്റെ ആത്മാവിന് ഞാൻ എല്ലാവർക്കും നൽകുമെന്നല്ല പറയണത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ നയം വരാൻ കാരണം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാണ് കാര്യം. ദൈവത്തിന്റെ പോളിസിയിൽ ഒരു ചേഞ്ച് വരാൻ കാര്യം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈശോ ചെയ്തു. എന്താണ്? അവന്റെ വിശുദ്ധമായ രക്തത്താൽ പാപത്തിന് പരിഹാരം ചെയ്തു. അവൻ വിലക്ക് വാങ്ങിച്ചെടുത്തിരിക്കണവര് അവൻ നമുക്ക് വേണ്ടിയുള്ള ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. പേയ്മെന്റ് നടത്തിയതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. കർത്താവ് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് അവൻ പേയ്മെന്റ്. അതാണ് നമ്മൾ വിലക്ക്. അപ്പൊ വിലക്ക് വാങ്ങപ്പെടാൻ അങ്ങനെ വചനമുണ്ട്. ഒന്ന് കുറഞ്ഞ 6:20 വായിച്ചേ. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് കാര്യം. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് വിലക്ക് വാങ്ങി? ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തു. അതാണ് പറയണത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഈശോ പേയ്മെൻറ്റ് ചെയ്തപ്പോഴേ കുറച്ച് ഒരു രാജ്യത്തിലെ കുറേ ആൾക്കാർക്കല്ലേ വിചാരിക്കണത് ഇനി ജനിക്കാൻ പോകുന്ന ഈ ഭൂമി മനുഷ്യവാസവും നിലനിൽക്കത്തോളം കാലമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പേയ്മെൻ്റ് ആണെന്ന്. അതുകൊണ്ടാണ് കാര്യം എന്താണ്? ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, സത്യമാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേ ആണ് ഇതുപോലെ മുമ്പത്തേക്കാൾ ഈ വിഷയത്തിനെ കുറച്ചുകൂടി ഒത്തിരിയേറെ ലൂസാക്കിയിട്ടുണ്ട്. അതായത് ടൈറ്റ് ആയിരുന്നതിനെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാട്ടുഭാഷ ഉപയോഗിക്കണത് ഈ ബൈബിൾ ഇങ്ങനെയും പറയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ബൈബിൾ ഇങ്ങനെ ഇടിച്ചു കുത്തി ഒരു പ്രത്യേക സ്റ്റൈലിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കാം. ബൈബിള് ക്ലാസിക്കലായിട്ട് സംസാരിക്കാം, ശാസ്ത്രീയമായിട്ട് സംസാരിക്കാം. എന്ത് സംസാരിച്ചാലും ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മരക്ഷയല്ലേ? അതാണ് വിഷയം. ആത്മരക്ഷയെക്കുറിച്ച് പറയാതിരിക്കുകയും ബൈബിളിനെ കുറിച്ച് താത്വിക പ്രബോധനം നടത്തുകയും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുകയും ചെയ്താൽ ആർക്ക് എന്നാ ഗുണം കിട്ടാനാണ്? അത് ക്ലാസ് വലിച്ച് ഓക്കെ, അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ബൈബിള് പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അവൻ്റെ രക്ഷ ഈ ബൈബിള് കൈമാറ്റം ചെയ്യുന്ന ആൾ ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തേണ്ട ആ ലളിതമായ ഭാഷയിൽ അവനിലേക്ക്. അതാണ് ഞാനെപ്പോഴും ചെയ്യണത്. അല്ലാതെ ഞാനിങ്ങനെ ഉഴപ്പി സംസാരിക്കുക അല്ല. ശരിക്കും പറഞ്ഞു ചില കന്യാസിമാരൊക്കെ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞത് തന്നെ ഞാൻ പറയാം. അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. പറഞ്ഞതിനെ പിന്നെ ഒരിക്കലും പറയും നിങ്ങൾ ശ്രദ്ധിക്കും. അല്ലത് ഇപ്പോൾ 2.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ എത്രയോ കാലമായിട്ട് സംസാരിക്കണതാണ്. എന്നാലും ഒരു 10% റെപ്പറ്റീഷനേ വരത്തുള്ളൂ, 5% റെപ്പറ്റീഷനേ വരത്തുള്ളൂ. അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടാകും. പറഞ്ഞതിന് തന്നെയും പറയുകയല്ല, അതിൻ്റെ ലിങ്കും ലൂപ്പിങ്ങൊക്കെ എല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പുതിയൊരു വേർഷനായിട്ടായിരിക്കും, പടഭേദമായിട്ടായിരിക്കും വരണത്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഡെയിലി ബ്രെഡിൽ വരും. ഉടമ്പടി ധ്യാനത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഡെയിലി ബ്രെഡ് വരുമ്പോൾ അച്ഛൻ അവിടെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയാം. കാര്യം ഇത് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓപ്പൺ ഫോർ ദി ജനറൽ പബ്ലിക്കാണിത്. വചനം ഉടമ്പടി ഈ നമ്മളിവിടെ ഡെയിലി ബ്രെഡിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ അത് 2 പ്രാവശ്യം കേട്ടുകൊണ്ടല്ല കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം അവസാനം കേട്ടതുകൊണ്ടേ അത് ഓർമ്മിക്കുമില്ല. ചില വചനങ്ങൾ ചില സമയത്ത് നല്ല ക്യാപിറ്റൽ വേർഡ്, കീ വേർഡൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉടമ്പടിയുടെ അതൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അത് സഭയുടെ ഒരു പാരമ്പര്യമാണത്. 2 1:12 എടുത്തേ. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ചില ഉടമ്പടി വചനങ്ങൾ റെക്കർ ചെയ്ത് വരും. അത് ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കേട്ടവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിച്ച് മനസ്സ് ഉറപ്പിക്കാനും അത് സഹായിക്കും. അല്ലാതെ മനഃപൂർവ്വം റിപ്പീറ്റ് ചെയ്യത്തില്ല ഒരിക്കലും. താങ്ക് യു. ഐശയ്യാ 52:12. ഐശയ്യാ 52:12.
കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്. മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ എന്താണ്, മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്നത്, വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല, എല്ലാ അതായത് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മൾ സാക്ഷി അപ്പിടണം, നോക്കിക്കണേ. സാക്ഷി പറയണത് അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിന് നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങാനും ചുവട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങൻ്റെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരയെ വന്ന് വീഴും. പക്ഷെ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കണ ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ച് കിട്ടി വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ്, അത് നിങ്ങളുടെ തലയെ വന്ന് വീണിട്ടില്ലല്ല, വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ബ്ലോക്ക് ജീവിതത്തിൽ, ഇത് ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. ഒരെണ്ണത്തിന് കർത്താവ്, മറ്റൊന്നിന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിന് വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയും അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വെക്കാൻ പോണത് ഇതാണ്, ഒരു കാര്യം ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ പോകുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ട ഞാൻ ഈ സാധനം വെട്ടി കേട്ടോ എന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി, ഒരു ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും.
ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്. ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നേഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കോയിലെ നേഴ്സാണ്. എപ്പോഴും പറയും ഞാനിവന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പോൾ ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് വലിയ പിശാചാര സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ? ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സൊക്കെ നേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാനൊക്കെ മനസ്സില്ല, പക്ഷേ കൊച്ച് നന്നാകണമില്ല. ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാളെ ആ കൊച്ച് വന്നായിരുന്നു ഇവിടെ മിട്ടിക്കനായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അവൻ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വിഷയം പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്തിൽ തന്നെ ഇപ്പോൾ ദൈവരാജ്യം തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹദിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. ഇപ്പം കടുത്ത ബുദ്ധിയും ബോധം ഉള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കത്തില്ല. അലവലാദികൾ എവിടുന്ന് എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവിടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ആരാധന ആരാധന. യേശുവേ ആരാധന. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുർബാന സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷേ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റെഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോകം കിട്ടത്തില്ലല്ല. അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്. കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണത് എന്താ കാര്യം? കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അറിഞ്ഞ
ആരാധിച്ച് സ്നേഹിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഇതുപോലൊരു വ്യക്തിയോട് അയാളെ പറ്റിച്ചാണ് കാശും പോയി. ഇങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും അത് അനുഭവിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ പറയണത് റോങ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും. ഞാൻ പറഞ്ഞ റോങ് തന്നെയാണ്. ജഡിക മനുഷ്യന് റോങ്ങായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു. നാം വിശ്വസിച്ചിരുന്ന ആളാണ്. നഖവും മാംസം വിശ്വസിച്ചിരുന്ന ആളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം തോന്നും. പക്ഷേ ആ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിനേക്കാൾ വലുതാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഏകപക്ഷീയമായി ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റും? കാശും പോയി, നമ്മൾ തോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ നമ്മൾ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആളിനോട് നമ്മൾ ക്ഷമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ കാശും പോകും, നമ്മൾ ഈ മനുഷ്യനോട് തോക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മനുഷ്യത്വം അത് അനുവദിക്കത്തില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വിചാരിക്കും ദൈവം അവനായിട്ടൊരു പണി കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പം ക്രിസ്ത്യാനിക്ക് അങ്ങനെ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ക്ഷമിച്ചു, പക്ഷേ നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ഛന്ന് പറയത്തില്ലേ? അങ്ങനെ പോലും പറയാൻ ചാൻസ് ഇല്ല. കാര്യം അതുകൊണ്ടാണ് ആ ചാൻസ് കൂടി കുരിശ് വെച്ച് റെക്ട് ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ക്ഷമിച്ചു, എന്നാൽ ദൈവം നിന്നോട് ചോദിക്കും. അങ്ങനെ പൗലോസപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് കുറേ പണി വെച്ചിട്ടുണ്ട്, ദൈവനെ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:14. 2 തിമോത്തി 4:14. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ല. കർത്താവ് ഞാൻ ക്ഷമിച്ചു, കർത്താവ് അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ പോലും വകുപ്പില്ല. എന്താ പറയണത്? കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ. എന്താ കാര്യം? ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോങ്കിനോസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, ആ ഒറ്റക്കണ്ണൻ. അപ്പോൾ ചത്ത് കിടന്നിട്ടും കർത്താവിൻ്റെ ചങ്കയിൽ കുത്തിയവൻ അവന് ഒറ്റക്കണ്ണേ ഉള്ളു. ആ ഒരു കണ്ണ് വെച്ചോണ്ട് അവൻ കർത്താവിൻ്റെ ചങ്കയെ കുത്തി. അപ്പോൾ എന്ത് പറ്റി? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന്. രക്തവും വെള്ളവും ഒഴുകി. പാരമ്പര്യം പറഞ്ഞത് എന്താണ്? കർത്താവ് അവനെ സുഖപ്പെടുത്തി എന്നാണ് പറയണത്. സുഖപ്പെടുത്തിയതാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്നും ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 12:14. അതും പൗലോസപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം.
പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. 2 കോണ്ടസ്റ്റാണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. പക്ഷേ അദ്ദേഹത്തിന് നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനം എടുക്കും. അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മൾ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായി. ഏറ്റവും അശക്തനായാണ് ബൈബിളിൽ എന്താണ്? ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം വന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗ്വ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത് എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 കൊരിന്തോസ് 12:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപയാലേ
കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ മനുഷ്യൻ കറക്റ്റ് പതുക്കെ വന്ന് ദൈവരാജ്യത്ത് ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിത സംഘർഷങ്ങളിലൂടെ സുവിശേഷവിഹിതമായ സാക്ഷ്യജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ സന്തുഷ്ടി എന്താണ്? വസ്തുവിലല്ല, വിഷയങ്ങളിലല്ല, കിട്ടിയ നേട്ടങ്ങളിലല്ല, വന്ന കോട്ടങ്ങളിലുമല്ല. പിന്നെ എന്താണ് സംഭവം? ക്രിസ്തു എന്ന വ്യക്തിയാണ്. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയണത്. ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിയുടെ അവൻ പറയണത് പോലെ നമ്മൾ ജീവിക്കുകയല്ലേ ഉടമ്പടിയുടെ ഉദ്ദേശം. അവൻ പറയണ പോലെ, ക്രിസ്തു പറയണ പോലെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക ലക്ഷ്യം. ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തൽ വഴിയാണ് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:16 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:16. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. എന്താണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്? ഗ്രേസ് നമുക്ക് സാധ്യമാണ്. നമ്മുടെ സക്രമൻ്റൽ ലൈഫിൽ ഗ്രേസ് ഉണ്ട്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളങ്ങൾ കൂദാശകളാണ്. നമുക്ക് കുറേ കൂദാശകളുണ്ട്. ജ്ഞാനസ്ഥാനമുണ്ട്, സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, പിന്നെന്താണ് തിരുപ്പട്ടമുണ്ട്, വിശുദ്ധ വിവാഹമുണ്ട്, രോഗീലേപനമുണ്ട്. ഇതെല്ലാം കൂദാശകളാണ്. അതാത് കാലത്തിൻ്റെ അവസ്ഥകൾക്കും പ്രായത്തിൻ്റെ അവസ്ഥകൾക്കും ദൗത്യത്തിൻ്റെ അവസ്ഥകൾക്കും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും അനപേക്ഷിതമായി ദൈവത്തിൻ്റെ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയിലുള്ള പാരമ്പര്യമായ അപ്പോസ്തലികമായ സുവിശേഷ പരിചരണമാണ് കൂദാശകളുടെ സാക്രമെൻ്റൽ ഫോർമേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ സാക്രമെൻ്റൽ ഫോർമേഷൻ ജീവിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അതാത് ദിവസങ്ങൾ അന്നന്ന് വേണ്ട ആഹാരം പോലെ പുതിയ ഒരു വ്യക്തി ജീവിച്ചു വരുമ്പോൾ പുതിയ വിഷയങ്ങൾ രൂപപ്പെട്ട് വരും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഞെരുക്കങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഒരു നല്ല ഒരു കാലാവസ്ഥയിൽ കൃപ രൂപപ്പെട്ട് വരാൻ പാടാണ്. ഞെരുക്കങ്ങളിലൂടെയാണ് അവൻ കടന്നു പോയത്, നമ്മളും കടന്നു പോണതും ഞെരുക്കങ്ങളിലൂടെയാണ്. ഇതിന് ജീവിത ആത്മീയ പെസഹ എന്ന് പറയും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. കണ്ടില്ലേ? മുമ്പ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സന്തുഷ്ടി കണ്ടെത്തണം. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. എല്ലാത്തിനും ഒരു ആളാ ഉള്ളത്. കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഞെരുക്കങ്ങൾ ഉണ്ടാകണ എന്തിനാണ്? നമുക്ക് കീഴടക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അത് ഓർത്തേക്കണം. ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ അനുഭവിക്കാൻ വേണ്ടിയല്ല. ഒരു ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നത് കീഴടക്കിയാണ് കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ ആർജിച്ച് ബലവാന്മാരാകണത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ബലം പ്രയോഗിക്കുന്നവനെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ സംഭവം. ഞെരുക്കങ്ങളെ സുവിശേഷ വിഹിതമായി കീഴടക്കിക്കൊണ്ട് വിശ്വാസം, ദൈവസ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മശ്രദ്ധ. ശ്രുതികട ഹല്ലേലൂയ. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി അന്വേഷണമായിട്ടാണ് ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്
ഇതിനല്ലെങ്കിൽ ലോകായിക മനുഷ്യൻ അതിനെ വേറെ രീതിയിൽ പ്രയോജനപ്പെടുത്തും. ആത്മാവിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഞെരുക്കങ്ങൾ എന്നുള്ള സംഭവമാണ്. ഈ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആത്മീയ മനുഷ്യനാണെങ്കിൽ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന രീതിയിൽ അതിനെ ഈ പുണ്യങ്ങൾ ആർജിക്കാൻ വേണ്ടി അങ്ങനെ കൃപയ്ക്ക് മേൽകൃപയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഞെരുക്കങ്ങളെ ജഡിക മനുഷ്യനാണ് നീ എങ്കിൽ എന്തു ചെയ്യും? ജഡത്തിൻ്റെ ഫലങ്ങൾ ഞെരുക്കങ്ങളിലൂടെ ഇതുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? വായിച്ചേ. അവ വ്യഭിചാരം. ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക മനുഷ്യ അസ്വസ്ഥമാണെങ്കിൽ, ഇപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ഈ സ്വകാര്യ പാപങ്ങളും അതുപോലെ തന്നെ മറ്റ് രീതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അലോസരപ്പെടുത്താതിരിക്കണം. ഞെരുക്കങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാപങ്ങളിലേക്ക് വീഴാൻ പോകണമെന്ന് നോക്കിയേ. എന്തൊക്കെയാണ് അത്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന. അശുദ്ധി എന്ന് പറയണതും ദുർവൃത്തി എന്ന് പറയണതൊക്കെ സ്വകാര്യമായിട്ടുണ്ടാകുന്ന രീതികളാണ്, സ്വകാര്യ രീതികളാണ്. അപ്പം ദുർവൃത്തി ഉണ്ടാവും. പിന്നെ വിഗ്രഹാരാധന, ആഭിചാരം, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോ കൂടുതലൊക്കെ ചെയ്യത്തില്ല, അതിനാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വ്യക്തി മാത്സര്യം, അത് തന്നെ. ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മയക്കുമരുന്നൊക്കെ അടിപ്പെട്ടു പോകുന്ന ആൾക്കാരില്ലേ. ഇപ്പം ചെറിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങളെ വെച്ച് ചില ആൾക്കാർ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങും. അവർ തന്നെ ചിലപ്പോൾ കഞ്ചാവ് വരച്ച് ഭാര്യ വഴക്കിട്ട് പോയെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഞെരുക്കങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധമുണ്ട്. ലോകരാജ്യത്തിലുള്ളവരും നരകരാജ്യത്തിലുള്ളവരും ഇപ്പം നമുക്ക് എന്താണ് അത് തിരിച്ചറിയണം. ഈ ആൾക്കാരെ തിരിച്ചറിയണം ഇങ്ങനെയാണ്. 6:33 മത്തായി. ശ്രുതികടെ ഹല്ലേലൂയ. 6:43. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 12:33. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുന്നത് വെച്ചാൽ തിരിച്ചറിയുന്നത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലോ. അട്ടേക്ക് ഇവിടെ പോട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്ക 6:43-44. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. അതായത് ഒരു വൃക്ഷത്തിൽ കുറച്ച് നല്ല ഫലങ്ങളും കുറച്ച് ചീത്ത ഫലങ്ങളും, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. മനുഷ്യന്മാർ നല്ലൊരു അവർ ഇന്ന് നല്ലതാണെങ്കിൽ നാളെ മോശം. രാവിലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ചിലരോട് നല്ല കാര്യം ചെയ്യും, ചിലരോട് മോശം കാര്യം ചെയ്യും. ഇങ്ങനെ പോണത്. ഈ സാധനത്തിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് പറയണത് ഇതൊരു ഡ്യൂപ്ലിസിറ്റിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. നിങ്ങളുടെ വാക്കുകൾ ഒന്നെങ്കിൽ അതേന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. നടുക്കുള്ള ഡ്യൂപ്ലിസിറ്റി ദൈവം അംഗീകരിക്കണില്ല.
ഇപ്പോൾ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ വെള്ളം അടിക്കാനും അതുപോലെ തന്നെ അശുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം അതിനെങ്ങനെ കാണുന്നത്? ചീത്ത വൃക്ഷമായിട്ടാണ് കാണുന്നത്. എന്താ കാര്യം? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ എന്താണ്? നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായിരിക്കാനേ പറ്റത്തുള്ളൂ. ഉടമ്പടി നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷത്തിലേക്കുള്ള യാത്രയാണ്. വൃക്ഷമായി പരിണമിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അത് ഓർത്തേക്കണം. ഉടമ്പടി ഐറ്റസഭാസാരം വസ്തുവിക്കാനും അതല്ലേ ഉദ്ദേശിക്കുന്നത്. നല്ല ദൈവരാജ്യത്തിന് അനപേക്ഷിതമായിട്ട് ഞെരുക്കങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ, നല്ല വൃക്ഷങ്ങൾ, നല്ല ഫലത്തെ കായ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിന് ബലപ്രയോഗം വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ബലപ്രയോഗം വേണ്ടി വരും. ബലം പ്രയോഗിക്കുന്നവന് മാത്രമേ നല്ല ഫലങ്ങളെ പ്രയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. എന്താ കാര്യം? കാശ് നഷ്ടമാണ് അദ്ദേഹത്തിന്, അതേസമയം തന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നു. 2 നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ദൈവദൃശ്യന് അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:3. യോഹന്നാൻ 3:3. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് മുക്കിപ്പിടിച്ച് പൊക്കിയെടുക്കണ്ടേ? ചില ആൾക്കാർ നല്ല കത്തോലിക്കലായിരിക്കുമേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണം എന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല ഫലം, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെയും നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോടെ ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് ആത്മാവിൻ്റെ നിറവിൽ നല്ല ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടാലേ പെട്ടെന്ന് ഈ ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടി എന്താ പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നല്ല പറഞ്ഞത്, ഉടമ്പടി പരിഹാരം. അത് ഈ പുതുമനയുടെ സാക്ഷ്യങ്ങൾക്കൊക്കെ മനസ്സിലാകും നമുക്ക്. കാര്യം പുതുമന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ 3ആയിട്ട് തിരിക്കാമെന്ന് പറയണത്. ഒരു ലൈഫ് 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്, 72 വയസ്സുണ്ട്. 72 വയസ്സിനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് ഒരു സാധാരണ നാട്ടു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലം. ദൈവത്തെ അറിയാം, പക്ഷേ ജീവിതം വേറെ രീതിയിലാണ്. ബാറിൻ്റെ ഉടമയല്ലേ,
അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാരെ കുടിപ്പിക്കണം, കുറേ ആൾക്കാരെ കൂടുതൽ കളയണം, കുറേ അമ്മമാരെ വിധവകളാക്കണം. അതൊക്കെയുള്ള ബാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അമ്മമാരെ വിധവകളാക്കണം, കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിപഴിച്ചിട്ട് അവർ വഴിപഴിച്ച് പോകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ക്രിസ്ത്യാനി ആണെങ്കിലും കൈയിരിപ്പ് കാരണം ദുഷ്ടൻ്റെ ഫലം ചെയ്യണ പോലെ ഒത്തിരിയേറെ കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജീവിതമാണ്. പക്ഷേ 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടുന്നതോടുകൂടി ഈശോനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കും. സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്തതെല്ലാം ഇദ്ദേഹം വെറുത്തുപേക്ഷിക്കും. അങ്ങനെയാണ് കാവേരി ബാറൊക്കെ അടച്ചു പൂട്ടണത്. അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാടിലെ വലിയൊരു വിഷയമായിരുന്നു ഇത്. ആയിരങ്ങൾ കുടിക്കണ ബാറാണ് ഈ മനുഷ്യൻ ഒരു സുപ്രഭാതം അടച്ചു കളയും. ആ ബിസിനസ് മൊത്തമായിട്ട് ഉപേക്ഷിക്കും. അപ്പം അനുതാപം ശരിക്കും അങ്ങനെ തലക്ക് പിടിച്ച് ദൈവത്തിനെ ബോധ്യപ്പെടുത്തി എടുക്കുകയാണ്. ഞാൻ അനുതാപത്തിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി. പിന്നത്തെ ഒരു 35 വർഷക്കാലമുണ്ട്. ഉടമ്പടി എടുക്കുന്നവരെയുള്ള 35 വർഷക്കാലമുണ്ട്, 70-ാമത്തെ വയസ്സ് വരെ. അപ്പം അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ചു, സുവിശേഷ വേലകൾ ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷ വേല ചെയ്ത് സാക്ഷ്യം വരും. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ധ്യാനങ്ങളിലും ഒരു ഐറ്റം ഈ പുതുമനയുടെ സാക്ഷ്യം വരുന്നു. അന്നത്തെ കാലത്ത് 90കളിൽ അത് നിന്ന് ഫലിക്കുകയും ചെയ്യും, അഭിഷേകം നിറയുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ യേശു ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ 70-ാമത്തെ വയസ്സ് കാണുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരണുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോരേണ്ടി വന്നു. കാസർഗോഡ് നിന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വയസ്സായി, കാർഷിക പണിയൊന്നും നടക്കത്തില്ല. ഇനി കൃഷി ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു. കർഷകനുമായിരുന്നു, കൃഷി ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടീശ്വരനായൊരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്നാൽ പുള്ളിയുടെ വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ വരെ പഠിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി. ഈ സ്ഥലം അവിടെ കിടന്നുപോയി. സ്ഥലം വിൽക്കാൻ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ പറ്റിയൊരു വീട് കിട്ടണമില്ല. ഇപ്പം ഭൗതികമായിട്ട് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരുവക്കേടാണ് ശരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിതം തുടങ്ങുന്നത്. എന്താണ്? ഉടമ്പടി ജീവിതം. അതാണ് വിഷയം. അതാ ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല അത്, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവിനെ അറിയാഞ്ഞ കാലം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച കാലം, മൂന്നാമത്തത് ഉടമ്പടി ജീവിതകാലം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതകാലത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറയണത്. ആ വാക്കൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് പറയണത്. ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചു. അപ്പം ഈ മനുഷ്യന്മാർ ഉടമ്പടിനെയൊക്കെ കാണുന്നത് ആ ഉടമ്പടി പോലെ തന്നെ കാണുന്നത്. അല്ല, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ ഔസപിതാവിൻ്റെ അല്ലെങ്കിൽ യൂദാസിൻ്റെയും ഒക്കെ പെട്ടി കൊണ്ടുവന്ന് ഓരോ കാര്യം എഴുതിയിടണ പോലെയുള്ള ലാഘവത്തിലാണ് ആൾക്കാർ കാണുന്നത്. അത്രയും ഇടലകളും വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് ഇൻഡക്ഷൻ എഴുതിയിടുന്നത്. ഒരു വിവരവും ഇല്ലാത്തവനായിരിക്കുമല്ല ഈ നേർച്ചപ്പെട്ടത് കൊണ്ടുവന്ന് നിയോഗം എഴുതിയിടുന്നത്. ഇപ്പം ഞങ്ങളെടുത്ത് കത്തിച്ച് കളയും. കാര്യം അവർ നമുക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ഉടമ്പടി ഇവിടെ വരുമ്പോൾ എന്തോ എഴുതിയിടുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പുട്ടുകുത്തി തന്നെ പോലെ തരുമെന്നാണ് വിചാരിക്കണം. അതൊക്കെ വിഡ്ഢിത്തരം വിചാരിച്ച് വന്നൊരു കാര്യമില്ല. ഇപ്പം ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ സംഗതി ഒറ്റടക്ക് പോകത്തില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ സംഗതി സ്പീഡാണ്. അപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഈശോയിലാണ് ജീവിക്കണത്, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യുന്നു എന്ന് പറയും. അപ്പം അമ്മയെ കൂടി അദ്ദേഹം പറയും, എനിക്ക് ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നെന്ന് പറയും. കരിസ്മാറ്റിക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. കേരളത്തിൽ മൊത്തം പറ്റിയിട്ടുണ്ടത്. കാര്യം അവരിത് ഈ നവീകരണ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയെടുക്കും. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴും നോക്കണം, ഒരു കാന നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തേക്കണം.
ക്രിസ്തുവും മാതാവും കൂടിയുള്ള ഒരു കുടുംബജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയാണ് ബൈബിൾ തുടങ്ങണത്. മകനെ, അവർക്കില്ല എന്ന് പറയാനൊരാളുണ്ട്, അയാളെ അവഗണിച്ചുകൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതവുമല്ല. ഔസപ്പത്തിന് വചനം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ വന്ന് മാതാവിന് പറയാം, അമ്മേ ഞാൻ വയസ്സായി, എൻ്റെ സ്ഥലം കാസർഗോഡ് 100-200 കിലോമീറ്റർ അകലെ കിടക്കുകയാണ്, അവിടെ പോയി നോക്കാനും തിരക്കാൻ എനിക്ക് ആരുമില്ല, ആ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ട് പോകുന്ന ആൾക്കാർ എൻക്രോച്ച് ചെയ്യുകയാണ്, അവിടെ ഇവിടെയൊക്കെ വഴികൾ കെട്ടി അടച്ചോട്ട് അവിടെ സ്വന്തം ഇടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, എനിക്കത് കിട്ടിയില്ല, എൻ്റെ കടം തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന് ഉടമ്പടി വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് ആ സ്ഥലം ഇപ്പോൾ 35 വർഷം ആയിരിക്കാൻ നോക്കണം, 35 വർഷം വിശ്വപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ ഇടും, പിറ്റേ ആഴ്ച ആ സ്ഥലം വിറ്റുപോകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോഴദ്ദേഹത്തെ പറയാം, മാതാവ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്, അമ്മ കൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നുണ്ടല്ലേ, അതാ വിഷയം. അപ്പം അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വന്നത് കുറേ പ്രമാണം കാണാനില്ല, പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ പ്രമാണം കാണാനില്ല. അത് 10-40 വർഷമായി ആ പ്രമാണം കാണാനില്ല. എന്നിട്ട് എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ പ്രമാണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് വീട്, അന്ന് വരെ കാണാതിരുന്ന വീട് 2 കോടി രൂപ ലാഭത്തിന് ഒരു ഇയാൾക്ക് വീട് കൊടുക്കുക, എറണാകുളത്തിൽ 5 നിലയുള്ള വീട്. അപ്പം അദ്ദേഹം ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ആ സ്റ്റാൻഡേർഡ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ പ്രതാപത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞത് കാരണം ഇതെല്ലാം കൊടുക്കുകയാണ്. ആ കാസർഗോഡും കുറേ സ്ഥലങ്ങൾ കൊടുത്തു, 25 സെൻറ്റ് വെച്ച് 10-40 പേർക്ക് കൊടുത്തു, അദ്ദേഹം കൊടുത്ത് ജീവിക്കുകയാണ് ശരിക്കും. പക്ഷേ എങ്ങനെ നോക്കുമ്പോഴേ ഈ ലൈഫ് ആസ്വദിച്ച് നോക്കുമ്പോൾ 35-70 കൊല്ലം ഇല്ലാതിരുന്ന മാറ്റങ്ങളാണ് ഉടമ്പടിയിൽ ഒറ്റടിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു വെച്ചത് കാരണം ഉടമ്പടി അദ്ദേഹത്തിന് എളുപ്പമായി. ഉടമ്പടി ഒരു പോരായ്മ കൂടി മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധാമ്മ കൂടി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷയം മാറി. എന്താണ് ലൈഫ് 35-40 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സമ്മഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി വിത്തിൻ നോ ടൈം അത് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുന്നത്. അപ്പം അത് അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയും, ഞാൻ 1000 പേർക്കൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ദിവസം വചനങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും ശ്രദ്ധിക്കുകയും സുവിശേഷ പേരെയാണ്. ആന്ധ്രയിലോ ഒറീസയിലൊക്കെ വലിയ സുവിശേഷ സ്ഥലങ്ങളുണ്ട്, അഗതികളുടെ സ്ഥലങ്ങളും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. ഓരോരോ കാലത്ത് ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും, കർത്താവിനെ ചെയ്യിക്കും, പുതിയ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈശോയെക്കുറിച്ചോട് പറയും, പാവപ്പെട്ടവരെ അവർ സഹായിക്കും. അപ്പോൾ അതൊക്കെ എന്തൊരു ലൈഫാണ്, ലൈഫ് ജീവിതം ആകപ്പാടെ മാറുകയും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ ക്രൈസ്തവനാകാൻ ഉടമ്പടി ജീവിത രീതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ സാക്ഷ്യത്തിന് എന്നെ പരുവപ്പെടുത്തണമേ. ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, രോഗസൗഖ്യ പ്രാർത്ഥന. എല്ലാവരും എഴുന്നേൽക്കുക. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവിൻ്റെ സന്നിധിയിൽ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് പേനയും എഴുത്തുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ളവരും കമ്മ്യൂണിക്കേഷൻ എഴുത്തുകുത്തുകളുള്ളവരും കറസ്പോണ്ടൻസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. എടുക്കുക വരുത്തരുത്, നാളേക്ക് മാറ്റി വയ്ക്കരുത്. എഴുതാനുള്ളതും സംസാരിക്കാനുള്ളതും മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും എല്ലാം ഈ ആഴ്ചക്കുള്ളിൽ ചെയ്ത് തീർക്കണം. കുടിശ്ശി ഉണ്ടാക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ മേലെല്ലാം അനുഗ്രഹം ഉണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥിക കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ ഉന്നതമായ നാമത്തിന് അങ്ങയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധമായ നിന്റെ വിശുദ്ധമായ വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ഓരോ മകളുടെ മേലും വയ്ക്കണമേ. ഇവിടെ തീർത്ഥാടനത്തില് പ്രാർത്ഥിക്കുന്നവര് ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവര് കർത്താവിന്റെ കൃപ തിരിച്ചറിയട്ടെ. ഈശോ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി എല്ലാ മക്കളിലേക്ക് അരിച്ചിറങ്ങട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കരള് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അൾസസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, PCOD രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, വിഷപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും അരികിൽ വരണമേ. വലിയൊരു വചന പ്രഘോഷണം നമ്മൾ കഴിഞ്ഞിട്ട് കർത്തൃസന്നിധി നമ്മൾ യാചിക്കുകയാണ്. ഈ ആഴ്ചയിൽ ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ വലിയ കടങ്ങളാൽ വസ്തു ലേലത്തിൽ പോകാൻ പോകുന്നവരുണ്ട്. അതെല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു. 17 ദിവസത്തിനുള്ള ആ വിഷയത്തിന് മേലും ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വിവാഹം ഒത്തുവരാത്തവര്, ആ സ്ത്രീകളും പുരുഷന്മാരുണ്ട്. ഈശോ വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവര്, ആവശ്യമില്ലാതെ പെട്ടെന്ന് കലഹങ്ങളുണ്ടായി പൈശാചികമായി ഇടപെട്ടുകൊണ്ട് വാശിയും മത്സരത്തിൻ്റെ പേരിലും പിരിയാൻ പോകുന്നവർ, കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാൻ പോകുന്ന പൈശാചിക തീരുമാനങ്ങളിൽ നിന്ന് അവർ പിന്തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ജോലിയില്ലാത്തവര്, വിസ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പുതിയ ടെസ്റ്റിന് ഒരുങ്ങുന്നവര്, അതുപോലെ തന്നെ വിസ പുതുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവര്, പുതുക്കി കിട്ടാത്തവര്,
അങ്ങനെ എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സദയം തുണയേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുമാന മാർഗം മുട്ടിപ്പോയവര്, ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, താങ്ങാനാവാത്ത ചിന്തിക്കാനാവാത്ത ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുള്ളവര്, അവരുടെ മേൽ ജീവിതം കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പല പല ഗർഭചിത്രത്തിന് വിധേയമായവര്, മക്കളില്ലാത്തവര്, അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർക്ക് 3 കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരിലേക്ക് ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെൻഡിങ്ങിൽ കിടന്ന വിഷയങ്ങൾ, വസ്തുവാകാം, സ്ഥലമാകാം, ജോലിയാകാം, ചിലപ്പോൾ അന്യാധീനപ്പെട്ടു പോയ സാമ്പത്തികമാകാം, കൈമാറി തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക് ആകുന്ന വിഷയമാകാം, നഷ്ടപ്പെട്ട വസ്തുക്കളാകാം. അങ്ങനെയുള്ള മേഖലകളിലെല്ലാം കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സദയം തുണയേ സുഖമായി. എല്ലാവരും മുട്ടി നിൽക്കുക. സ്വാവന ആശീർവാദം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എൻ്റെ മക്കളുടെ വിഷയങ്ങളും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് വന്നത്? ആ വിഷയങ്ങൾ ആരാധന സമയത്ത് മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ